മഹേഷ്, ഏതായാലും തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രഞ്ജിത്തിനെ ഉദയംപേരൂർ പോലീസിന്റെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രാമധ്യേ എവിടെയെങ്കിലും വൈദ്യപരിശോധന പൂർത്തിയാക്കി നാളെ രാവിലെയോടുകൂടി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയാണോ മുന്നിലുള്ളത്? ഒരു പക്ഷേ ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയേക്കുമെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ച് നേരെ ഹാജരാക്കുക തന്നെയാകും. അതിനുള്ള നടപടിക്രമങ്ങൾ കൊച്ചി സിറ്റി പോലീസ് അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങോട്ടേക്കാണ് രഞ്ജിത്തിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ അറിയാം. അതായത് ഈ വാഹനം നേരെ മൂവാറ്റുപുഴ ജംഗ്ഷനിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ കോലഞ്ചേരിയിലേക്കാണ്. കോലഞ്ചേരിയിൽ നിന്ന് നേരെ ചോറ്റാനിക്കര വഴി നേരെ ഒരു വഴി, അത് നേരെ വന്ന് കൊച്ചി സിറ്റിയിലേക്ക് എത്തുന്ന വഴിയാണ്. തൃപ്പൂണിത്തറയിലൂടെ വന്ന് അപ്പോൾ ഉദയംപേരൂർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തറയ്ക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനാണ് ഉദയംപേരൂർ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ആ വഴി കടന്ന് ആ വാഹനം പോവുകയാണെങ്കിൽ ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് ആ വാഹനം ഇടത്തോട്ടേക്ക് പോകണം. അതല്ല, കുറെ കൂടി ഈസി ആയ ഒരു വഴിയുണ്ട്, മറ്റധികം വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത മറ്റൊരു വഴി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ മൂവാറ്റുപുഴ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നേരെ വാഴപ്പള്ളി ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ നെല്ലാട് മഴുവന്നൂർ തട്ടാമുകൾ വഴി പട്ടിമറ്റം വഴി നേരെ കിഴക്കമ്പലം വഴി ചേർന്ന് കാക്കനാടേക്ക് എത്തുന്ന ഒരു വഴി കൂടിയുണ്ട്. ഇനി അതല്ല, ഈ വാഹനം നേരെ മുന്നോട്ടേക്കാണ് പോകുന്നതെങ്കിൽ അത് പെരുമ്പാവൂർ വഴി ആലുവ കയറി നേരെ എറണാകുളം സിറ്റിയിലേക്കുമാകാം. അങ്ങനെയെങ്കിൽ 3 വഴികളാണ്. അതിപ്പോൾ ഏത് വഴിയിലാണ് പോലീസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആലുവ ജില്ലാ ആശുപത്രിയിലേക്കാണ് അല്ലെങ്കിൽ അവിടെയുള്ള സർക്കാർ ആശുപത്രിയിലേക്കാണ് പോകുന്നതെങ്കിൽ നേരെ പെരുമ്പാവൂരിലേക്ക് ഈ വാഹനം കടന്നു പോകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതല്ല, നേരെ കൊച്ചി സിറ്റിയിലേക്ക് അതിവേഗം കടന്നെത്തുക എന്നുള്ളതാണെങ്കിൽ ഇനിയിപ്പോൾ കൊച്ചി സിറ്റിയിലേക്ക് ഏതാണ്ട് 1 മണിക്കൂർ 22 മിനിറ്റ് കൂടി യാത്ര ചെയ്യണം യഥാർത്ഥത്തിൽ ഒരു വാഹനം, അത് പോലീസ് വാഹനമല്ല, ഒരു സാധാരണ വാഹനം യാത്ര ചെയ്യുമ്പോൾ എന്നുള്ളതാണ് തൊടുപുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്താനുള്ള ദൂരം എന്ന് പറയുന്നത്. അതിനിടയിൽ എവിടെയെങ്കിലും ഒരു പക്ഷേ തൃപ്പൂണിത്തുറയിലും ആശുപത്രി ഉണ്ട്. നമുക്കറിയാം, ഈ പല കേസുകളും വരുമ്പോൾ, കൊച്ചി സിറ്റിയിൽ വരുന്ന പല കേസുകളും വരുമ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് അവിടെ ഒന്നുകിൽ ജനറൽ ആശുപത്രിയിലാകും, അതല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ആശുപത്രിയിലാകും, അതല്ലെങ്കിൽ ആലുവ, ആ സമാനമായ ആ പ്രദേശത്താണ്, റൂറൽ മേഖലയിലാണ് ആലുവ വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ യാത്രാ മധ്യേ എവിടെയെങ്കിലും തന്നെ സർക്കാർ ആശുപത്രിയിൽ ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കും. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും വൈദ്യപരിശോധന പൂർത്തിയാക്കും. കാരണം ഇന്ന് കസ്റ്റഡിയിൽ എടുത്തത് കൊണ്ട് തന്നെ, അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ വൈദ്യപരിശോധന നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കുകയാണെങ്കിൽ പോലും ഇന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ അതിനു മുൻപ് വീണ്ടും വൈദ്യപരിശോധന നടത്തിയ ശേഷമാകും ഈ നേരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിക്കുക. എന്തായാലും ഏതാണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ ഈ വാഹനത്തിന്റെ റൂട്ട് എങ്ങോട്ടാണ് എന്ന് വളരെ കൃത്യമാകും. ആഷിക്ക് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെയുണ്ട്. അതുകൊണ്ട് തന്നെ ആഷിക്ക് അത് വളരെ കൃത്യമായിട്ട് ആഷിക്കിന് പറയാൻ സാധിക്കും. നേരെ മൂവാറ്റുപുഴയിൽ നിന്ന് ആദ്യം കാണുന്ന ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടാണ് ഈ വാഹനം തിരിഞ്ഞു പോകുന്നതെങ്കിൽ ഈ വാഹനം നേരെ കോലഞ്ചേരി കടമറ്റം വഴി നേരെ ചോറ്റാനിക്കര നേരെ വന്ന് തൃപ്പൂണിത്തറയിലേക്കായിരിക്കും. അങ്ങനെയെങ്കിൽ കൊച്ചി സിറ്റിയിലേക്ക് അതിവേഗം എത്താം. അതല്ല, ഈസിയായ ഒരു വഴി, വലിയ വാഹനങ്ങളില്ലാത്തൊരു വഴി എന്ന് പറയുന്നത് നേരെ തട്ടാമുകൾ വഴി, നേരെ നെല്ലാട് തട്ടാമുകൾ പട്ടിമറ്റം വഴി കിഴക്കമ്പലം കടന്ന് നേരെ കാക്കനാട് കയറി നേരെ കൊച്ചി സിറ്റിയിലേക്ക് പാലാരിവട്ടത്തേക്ക് എത്തുക, വൈറ്റില ആ ഭാഗത്തേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും ഈ വാഹനത്തിന്റെ റൂട്ട് എങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ്.